ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ ആഹാരം മുലപ്പാലാണെന്ന് കരുതുന്നവരാണ് ഓരോ അമ്മമാരും. അങ്ങനെ കരുതി തങ്ങളുടെ മക്കൾക്ക് പാലൂട്ടുന്ന എൻമകജയിലെ അമ്മമാരെ സംബന്ധിച്ച് അവർക്കറിയാതെ പോയത് തങ്ങൾ പാലൂട്ടുന്നത് കൊടും വിഷമാണെന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ്. തങ്ങൾ പെറ്റുപോറ്റുന്ന ഓരോ കുഞ്ഞിലും വളർച്ചയുടെ മുരടിപ്പും മാരകമായ അസുഖങ്ങളും കാണുമ്പോൾ മാത്രമാണ് എൻമകജയുടെ വെള്ളത്തിലൂടെ ഒഴുകുന്ന ഓരോ കണികയിലെയും എൻഡോസൾഫാൻ എന്ന വിഷത്തെ അവർ തിരിച്ചറിയുന്നത്. എന്നിട്ടും നിസ്സഹായരായി പോകുന്ന ഒരു പറ്റം മനുഷ്യരെ അവിടെ കാണാം. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, കാസർഗോഡ് കശുമാവിൻ തോട്ടങ്ങളിൽ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി എൻഡോസൾഫാൻ ഹെലികോപ്റ്ററിലും മറ്റുമായി തളിച്ചുപോയ ഒരു കഥ. എന്നാൽ അതൊരു കഥയല്ല, ജീവിതത്തിൽ തോറ്റുപോയ കുറേ മനുഷ്യരുടെ ഓർമ്മപ്പെടുത്തലാണ്. 2009 പുറത്തിറക്കിയ അംബികാസുധൻ മാങ്ങാടിന്റെ എൻമകജ എന്ന പുസ്തകം പരിസ്ഥിതിക്ക് നേരെയുള്ള മനുഷ്യരുടെ കടന്നാക്രമണത്തിനെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ്. എല്ലാ കാലത്തും പരിസ്ഥിതിയെ മനുഷ്യൻ നിരന്തരമായി മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് തളിച്ച എൻഡോസൾഫാനിന്റെ മാരകമായ വിഷത്തിന്റെ പ്രതിഫലനം വർഷങ്ങളോളമാണ് നിലനിൽക്കുക എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അത്രയും കാലം അവിടെയുണ്ടാകുന്ന ഓരോ കുഞ്ഞിലും ഓരോ തരം അസുഖങ്ങളും അംഗവൈകല്യങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനെ അതിജീവിക്കാൻ നിരന്തരമായ സമരങ്ങളുമായി സാഹിത്യകാരന്മാരും മറ്റും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് 2011 സുപ്രീം കോടതി എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതും നിരോധിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങളായ ദേവയാനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടുന്നുണ്ട്. ആ കുഞ്ഞിനെ അവർ തന്റെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നുണ്ട്. എൻമകജയിൽ നിരന്തരമായി പിറക്കുന്ന അംഗവൈകല്യം ബാധിച്ച കുഞ്ഞുങ്ങളെയോർത്ത് അവളുടെ പങ്കാളി നീലകണ്ഠൻ ഗർഭപാത്രം ഒഴിവാക്കുകയാണെങ്കിൽ മാത്രം അവളെ സ്വീകരിക്കാമെന്ന് ഒരിക്കൽ പറയുന്നുണ്ട്. എന്നാൽ ആ കുഞ്ഞിനെ കണ്ടതോടുകൂടി അവൻ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടി അയാൾ തൻ്റെ ചിന്താഗതി എത്രമാത്രം വികലമായിരുന്നെന്ന് തിരിച്ചറിയുന്നുണ്ട്. പരീക്ഷിത്ത് എന്ന് പേരിട്ട് വിളിച്ച ആ കുഞ്ഞ് അല്പകാലം മാത്രമേ അവരോട് ഒന്നിച്ച് ജീവിച്ചിരുന്നിട്ടുള്ളൂ. അവനായിട്ടൊരുക്കിയ തൊട്ടിലിൽ അവനെയും വഹിച്ച് ഭരണാധികാരികളുടെ മുൻപാകെ അവർ സമരം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭരണപക്ഷത്തും നേതൃത്വത്തിലും നിൽക്കുന്നവരെല്ലാം തന്നെ എൻമകജയിലെ നിസ്സഹായരായ മനുഷ്യരെ അതിസമർത്ഥമായി വഞ്ചിക്കുക മാത്രമാണ് ചെയ്തത്. നാം കടന്നുപോയ ഓരോ വഴിയിലെയും കഥകൾ ഇന്നത്തെ തലമുറ കൂടി അറിയേണ്ടതുണ്ട്. എൻമകജ അത്തരമൊരു ഓർമ്മപ്പെടുത്തലാണ്. ഏവർക്കും സ്നേഹം.